ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ വ്ളോഗ്. സോ ഗൈസ്, ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുമ്പം നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ് പോലെ എടുക്കാമെന്നാണ് പ്ലാനിങ്. സോ എന്താ വെച്ചാൽ ഇപ്പോൾ നമുക്ക് സ്കൂളും ഇല്ല. എന്താ വെച്ചാൽ ഈദ് കഴിഞ്ഞു, നോമ്പ് കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. പക്ഷേ ഇതിൻ്റെ ഉള്ളിലിരിക്കാൻ ഭയങ്കര ബനിയാണ്, ഭയങ്കര ബോറാണ്. എല്ലാം കൊണ്ടും ഭയങ്കര എന്താ ബുദ്ധിമുട്ട് പോലെ തോന്നിട്ട് ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ അങ്ങനെ പ്രത്യേകിച്ച് പേരൻ്റെ ഉള്ളിൽ അങ്ങനെ ഇരിക്കാനൊന്നുമില്ല. പിന്നെ പ്രത്യേകിച്ച് കുറേ ആളൊക്കെ ഉണ്ടാകുമ്പോൾ പ്രശ്നമില്ല. കുറേ ആളൊക്കെ ഉണ്ടാകുമ്പം മിണ്ടി പറഞ്ഞൊക്കെ ഇരിക്കുമ്പോൾ സമയമൊക്കെ പോകുന്ന അറിയില്ല. പക്ഷെ ഇപ്പം ഭയങ്കര ബനിയാണ്. എവിടെയെങ്കിലും പോവാന്നൊക്കെ പറയുന്നുണ്ട്, കഥയല്ല. ഇപ്പം ഇനിയിപ്പോൾ എവിടെയെങ്കിലും പോകണം എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും നമ്മൾ നൈറ്റ് പോയിട്ടുണ്ടായിരുന്നല്ലോ ഗൈസ്, നമ്മൾ വ്ളോഗ് എടുത്തിട്ടാണ് ഞാൻ ഇടാം. വേറെ വ്ളോഗ് ആയിട്ടിടാം, അല്ലെങ്കിൽ എന്നെ ഇടാൻ നോക്കാം. ഇന്നലെ ജസ്റ്റ് എന്തായിരുന്നു നൈറ്റ് ഒന്ന് പോയിട്ടുണ്ടായി. നൈറ്റ് അപ്പോഴത്തേക്ക് ഗൈസ് ഒരു ഹോട്ടൽ ഒന്ന് തുറന്നിട്ടുണ്ടായിട്ടാ. എന്നിട്ട് നമ്മൾ ജസ്റ്റ് എന്തായിരുന്നത് ഡ്രിങ്ക്സ് അങ്ങനത്തെ അങ്ങനെ എന്തായിരുന്നത് ഗെഡ് ബുഡ് അങ്ങനത്തെ ഐസ്ക്രീംസ് ഐറ്റംസ് അങ്ങനെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനത്തെ എല്ലാം കഥ. അപ്പോൾ ഇന്ന് രാവിലെ രാവിലെ ഒന്നും നനച്ചിട്ടില്ല. എന്തായിരുന്നു കുറേ വെയ്തിന് എണിക്കാൻ വേണ്ടിയിട്ട് നിസ്കരിച്ചിട്ട് രാവിലെ നിസ്കരിച്ചിട്ട് കടന്നതാണ്. പിന്നെ എണിക്കാൻ വേണ്ടിയിട്ട് 10-11 മണിയിലായിന്. പിന്നെ ഇങ്ങനെ ഡിസംബറിന് ഫുഡൊക്കെ കഴിച്ചിട്ട് എന്തായിരുന്നു ഇങ്ങനെ ഇരിക്കുകയാണ്. നിൽക്കുകയാണ്. തെറ്റിപ്പോയി ഗൈസ്. സോ ഗൈസ്, മൈലാഞ്ചിക്ക് ഉണ്ട് കേട്ടോ. മൈലാഞ്ചി കാണിച്ചു തരാം. ഇങ്ങനെ വെച്ചെന്നതാണുള്ളത്. എന്നാലും കൊള്ളാം. ജസ്റ്റ് ലുക്കിംഗ് ലൈക്ക് എ വാവ്. പിന്നെ ഇവിടെ ഞാൻ റോഡിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. അപ്പം എത്ര വരെ ചെയ്തിട്ടുണ്ടായിരുന്നു, അവിടെ വരെ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ ആൾക്ക് വന്നിട്ട് റോഡിൻ്റെ പണിയൊക്കെ ശരിയാക്കി. അങ്ങനത്തെ ഒക്കെ സംഭവം ഗൈസ്. നമുക്ക് ഉള്ളിൽ പോയേക്കാം. പാത്രം കയറി ഗൈസ്, പാത്രം കഴുകിയിട്ടായിട്ട് അവൾക്ക്. അപ്പോൾ ഓളെ പണി അങ്ങനെ സെറ്റായി. ഇനിയിപ്പം എൻ്റെ പണിയാണ് ഗൈസ്. സോ എൻ്റെ പണി നമുക്ക് സെറ്റാക്കാം. അങ്ങനെ തന്നെ ഞങ്ങൾ രാവിലത്തെ ഫുഡ് കഴിക്കുകയാണ്. നമ്മൾ സാധാ ദോശയും അച്ചാറും അതുപോലെ തന്നെ സാധാരണ സിമ്പിളായിട്ടാണ് എന്താ പറയുന്നത് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ വളരെ സിമ്പിളായിട്ടാണ് കഴിക്കുന്നത്. മുട്ടക്കറിയും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ കൂട്ടി കഴിക്കുകയാണ്. ഇൻട്രോ ആരും പാങ്ങില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. ഇൻഷാ അല്ലാഹ് നമ്മൾ നല്ലൊരു ഇൻട്രോ അതുപോലെ എൻഡിങ്ങിലും നല്ലതായിട്ട് വരുന്നതായിരിക്കും ഗൈസ്. ഇവിടെ കേക്കൊക്കെ ഉണ്ട്. നല്ല പെർഫെക്റ്റ് കേക്കാണ് ഗൈസിൻ്റെ. ഷേപ്പ് മാറിപ്പോയി. വേറെ ഉണ്ട് കേട്ടതാ. നമ്മൾ പിന്നെ കേക്ക് സോഫ്റ്റ് ഉണ്ടാക്കലില്ല. സോഫ്റ്റ് ഉണ്ടായി വെറുതെ മൈദ ഉണ്ടാകില്ല. അപ്പം ഇങ്ങനെ പഞ്ഞൊക്കെ ഇഷ്ടമല്ല. കോഫി വെച്ചതുണ്ട്. കുറച്ച് പണിയൊക്കെ കഴിഞ്ഞു. പിന്നെ ഇതാ റൂമൊക്കെ മെസ്സായി കിടക്കാണ്. വലിയ പണിയൊന്നും ഇല്ല, എന്നാലും ഞാൻ തിരിച്ചുകൊണ്ടോട്ട് വരാം. അങ്ങനെ നനച്ചിട്ടൊക്കെ ആയിട്ടോ.
ഇവിടെ എൻ്റെ തുണിയൊക്കെ കയറിയിട്ട് സെറ്റാക്കണം. ഇനി മാഷ് തുറക്കുന്ന കുറച്ച് ടാസ്കിൽ പണി. ടൈം ഞാൻ കാണിച്ചു തരാം. ഇവിടെ പണിയെടുക്കുന്ന ടൈം 12:37. ഇവിടെ കള്ളപ്പണി മാഷ് തുറക്കലായി. ഫോൺ ഇത് പെരുന്നാളിച്ചാണ് ചെരുപ്പാണ്. വാവായിട്ടുള്ള ചെപ്പൽ. കളറൊക്കെ ചേഞ്ച് ആയി. പെർഫെക്ഷൻ ഉള്ള ചെപ്പൽ. So beautiful, so elegant, just looking like a wow. Wonderful chappal. This Dumari chappal, my shoe. ഇതൊക്കെ തുടക്കാനുണ്ട്. പെരുന്നാൾ കഴിഞ്ഞാൽ ഈ ഡ്രസ്സൊക്കെ എന്താ പറയുക നനച്ചിട്ട് വെക്കുന്ന ഞാൻ കുറച്ച് ടാസ്കിൽ പണി. ഡ്രസ്സൊക്കെ നനക്കാണ്ട്, പുതിയ പുതിയ ഡ്രസ്സൊക്കെ. അങ്ങനെ ഡ്രസ്സൊക്കെ സെറ്റാക്കിയിട്ട് ഇനി നമുക്ക് അടിക്കല് തുടക്കലൊക്കെ പണി. ഗൈസ് ഇപ്പോൾ പാത്രം കഴിക്കൊണ്ടിരിക്കുകയാണ്. ഈ പാത്രം എന്ന് വെച്ചാൽ രാവിലെ ഉമ്മ ഏകദേശം പാത്രം കഴിഞ്ഞു. ഇത് നമ്മളിപ്പോൾ ഫുഡ് കഴിച്ചിട്ടുള്ള പാത്രമാണ്. അത് കൊടുക്കുന്നതാണ്. അതിൻ്റെ പണി ഇപ്പോൾ കഴിയുന്നില്ല ഗൈസ്. ഇപ്പോൾ ആടുന്നുണ്ട്. അടിച്ച് കഴിഞ്ഞാൽ പിന്നെ പണിയില്ല കേട്ടോ തുടക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എന്തെങ്കിലും ജനൽ തുറന്നിട്ടിട്ടുണ്ട്. കാക്കയൊക്കെ ഉണ്ടിട്ടുക. ആ പൈപ്പ് ഓഫാക്ക്. കാക്ക ഗൈസ്, കാക്ക ലക്ഷൻ. കാക്കൻ്റെ ഒരു ഫോട്ടോ എടുക്കാം ഗൈസ്. കാക്ക വായ വളർത്തുന്നുണ്ട്. നമ്മള് മാങ്ങ ജസ്റ്റ് മുളകൊക്കെ ഇട്ടിട്ട് സോയമ്മി ഉപ്പൊക്കെ ഇട്ടിട്ട് വേണമെന്നാ. സോ ഗൈസ് അങ്ങനെ ടൈം ഇപ്പം 6 മണിയൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ കുളിച്ച് നിസ്കരിച്ചിട്ടൊക്കെ കടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ ഇപ്പോൾ ഇങ്ങനെ ഇവിടെ നിൽക്കുകയാണ്. ആൻഡ് ഉച്ചക്കൊന്നും ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പാണ് ഫുഡ് ആക്കുന്നത് ഗൈസ്. ഇപ്പാണ് ഫുഡ് ആക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഉണ്ടാക്കാൻ വിചാരിക്കുന്ന ബീഫ് മജ്ബൂസാണ് കേട്ടോ. മിനിഞ്ഞാന്ന് നമ്മൾ ചിക്കൻ മജ്ബൂസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കറക്റ്റ് അരിയൊക്കെ എടുത്തുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല കറക്റ്റ് എന്നിരുന്നു. വേവൊക്കെ കറക്റ്റ് പെർഫെക്ഷനിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇതും കുഴപ്പമില്ല കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് അരിൻ്റെ അളവ് കൂടിയെന്നേ ഉള്ളൂ. ഉണ്ടാക്കുന്നുണ്ടാണ് ബീഫ് ബിരിയാണി, കുക്കർ ബീഫ് മജ്ബൂസ് എന്തല്ലോ അറിയുന്നു ഗൈസ്. ഗൈസ് അങ്ങനെ ബീഫിൻ്റെ മസാലയൊക്കെ സെറ്റായി. പിന്നെ നമുക്കിത് അരി ഒന്ന് സെറ്റാക്കി എടുക്കണം. ഈ പാട്ട ഒരു പാട്ട അരിക്ക് 1.5 പാട്ട വെള്ളം.
അങ്ങനെ മജ്ബൂസിന് ആവശ്യമായിട്ടുള്ള വെള്ളവും എന്താ പറയുന്നത് ഒക്കെ ഇട്ട് നമ്മൾ എന്താ പറയുന്നത് അടച്ച് വേവിപ്പിക്കുകയാണ് ചെയ്യൽ. ഒരു വിസിലിട്ടോ ഒരേ ഒരു വിസിലടിച്ചാൽ മതി. എനിക്ക് കേക്കൊക്കെ കഴിക്കുന്നുണ്ട്. പിന്നെ ഇതാ ഞാൻ സാലഡിന് വേണ്ടിയിട്ട് എന്താ പറയുന്നത് ഉള്ളിലേക്ക് ഒന്ന് കട്ടാക്കാണ്. അപ്പോൾ ഗൈസ് ഇതിൽ ഒരു വിസിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് ചട വെച്ചിട്ട് നമുക്ക് വയ്യ. നമ്മളെ സാലഡ് സെറ്റായിട്ടുണ്ട്. തട്ടിക്കൂട്ട് സാലഡാണ് കേട്ടോ. ബട്ട് ദിസ് ഈസ് ഗുഡ്. ഇങ്ങനെ ഐസ്ക്രീം തിന്നുന്നു ഗൈസ് ഈ ചൂടത്ത്. മഗ്‌രിബ് ബാങ്ക് കൊടുക്കാനായിട്ട് ഗൈസ് ഏകദേശം സമയം. പിന്നെ നമ്മൾ നൈറ്റ് ആയപ്പം ഏകദേശം ബാങ്ക് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച്. അപ്പോഴത്തേക്ക് നല്ല ബിരിയാണി നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഏറെ കൂടി ഫുഡൊക്കെ കഴിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്ര തന്നെയാണ്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്കും ബൈ.